അസ്സാം വലൈക്കും വരഹമത്തുള്ള. എന്തൊക്കെയാണ് മക്കളെ വിശേഷങ്ങള്? വരാത്തല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്തു അല്ലേ? അസ്സാം വലൈക്കും വരഹമത്തുള്ള. എന്തൊക്കെയാ മക്കളെ വിശേഷം? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തു അല്ലേ? അതില് നിസ്കാരത്തിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കി. നിസ്കാരം അതിന്റെ ആദ്യ സമയത്ത് തന്നെ നിസ്കരിക്കലാണ് അള്ളാഹു താലക്ക് ഇഷ്ടം എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? ഇനി ആ, നമ്മളുടെ സെക്കൻഡ് ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് സുന്നത്ത് നിസ്കാരങ്ങളെ കുറിച്ചാണ്. ഒരുപാട് സുന്നത്ത് നിസ്കാരങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അല്ലെ? നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കാറ് അല്ലെങ്കിൽ നമുക്ക് പരിചിതമായിട്ടുള്ള വിത്തർ, പെരുന്നാൾ നിസ്കാരം, റവാത്തിബ് സുന്നത്തുകൾ, തറാവീഹ്, പിന്നെ ആ, അതുപോലെ തന്നെ ലുഹാ നിസ്കാരം, ഇങ്ങനെ ഒരുപാട് സുന്നത്ത് നിസ്കാരങ്ങളെ കുറിച്ച് നമുക്ക് അറിയാവുന്നതുണ്ട്. അപ്പൊ അതിൽ നിന്നും ചില സുന്നത്ത് നിസ്കാരങ്ങളെ കുറിച്ചാണ് നമുക്ക് ഇന്നത്തെ ചാപ്റ്ററില്, അതായത് ചാപ്റ്റർ 2 നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം അല്ലെ? ചാപ്റ്ററിലേക്ക് കിടക്കാം. അസ്സലവാത്തുൻ നാഫിലത്തുൻ, സുന്നത്ത് നിസ്കാരങ്ങൾ. ഈ സുന്നത്ത് നിസ്കാരങ്ങളുടെ സമയം, പിന്നെ അതിന്റെ റക്അത്തുകൾ തുടങ്ങിയ പ്രത്യേകതകളൊക്കെ നമുക്ക് ചാപ്റ്ററിൽ പഠിക്കാം. ഇതിൽ മെയിനായിട്ട് നമ്മൾ ലുഹാ നിസ്കാരവും അതുപോലെ തന്നെ തഹിയ്യത്ത് നിസ്കാരവുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ലുഹാ നിസ്കാരം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. പിന്നെ ഏത് സമയത്ത് നമ്മൾ ലുഹാ നിസ്കരിക്കാം? അതെ, ലുഹറിന് മുമ്പായിട്ടാണ് കൂടുതലും നമ്മൾ കാണാറുള്ളത് അല്ലെ? നമ്മൾ കറക്റ്റ് സമയം പറയുകയാണെങ്കിൽ സൂര്യൻ ഉദിച്ച് അല്പം ഉയർന്നത് മുതൽ പിന്നെ ഉച്ചയാവുന്നത് വരെയാണ് അതിന്റെ സമയം. പിന്നെ രണ്ട് 2 മുതൽ 8 വരെ റക്അത്തുകളായിട്ട് നമുക്ക് പിന്നെ ലുഹാ നിസ്കരിക്കാൻ പറ്റും. പിന്നെ ഒന്ന് തഹിയ്യത്ത് നിസ്കാരമാണ്. തഹിയ്യത്ത് നിസ്കാരം പിന്നെ ആ, പുരുഷന്മാർക്ക് പള്ളികളിൽ കയറുന്ന സമയത്ത്, അവർ പള്ളിയിൽ ഇരിക്കുന്നതിന് മുൻപായിട്ട് നിസ്കരിക്കേണ്ടതാണ് തഹിയ്യത്ത് നിസ്കാരം എന്ന് പറയുന്നത്. പള്ളിയിൽ കയറി ഉടനെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നത്, അതാണ് തഹിയ്യത്ത് നിസ്കാരം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം അല്ലെ? ചാപ്റ്ററിന്റെ അർത്ഥങ്ങളിലേക്ക് പോവാം. അസ്സലാത്തു നാഫിലത്തുൻ എന്നാണ് സുന്നത്ത് നിസ്കാരങ്ങൾ. അസ്സലാത്ത് നഫ്ലി ഹിയ അഫ്ളലു നവാഫിലി, സുന്നത്ത് കർമ്മങ്ങളിൽ ഏറ്റവും ഉത്തമമായത് സുന്നത്ത് നിസ്കാരങ്ങളാണ്. ശുരൻ നഫ്ലു ലി ഒക്കമില നഫ്സൻ ഫറാഇലി, ഫർള് നിസ്കാരങ്ങളിലെ കുറവുകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് സുന്നത്ത് നിസ്കാരങ്ങൾ നിയമമാക്കപ്പെട്ടത്. വഹുവ യഖൂമു ഫി ആഖിരി മഖാമി മാ ഫാത മിനൽ ഫറാഇൽ ബി ഉദ്രിൻ കനിസിയാനിൻ, ഒരാള് മറവി പോലുള്ള കാരണങ്ങൾ കൊണ്ട് നിസ്കാരം നഷ്ടപ്പെടുകയും അത് ഓർമ്മ വരുന്നതിന് മുമ്പ് അയാൾ മരണപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ മാത്ത കബല തദക്കുരി, ആ ഫർള് നിസ്കാരത്തിന് പകരമായിട്ട് സുന്നത്ത് നിസ്കാരങ്ങള് പരലോകത്ത് നിലകൊള്ളുന്നതായിരിക്കും. അയാൾ മറന്നുപോയ ഫർള് നിസ്കാരത്തിന് പകരമായിട്ട് അയാൾ നിസ്കരിച്ച സുന്നത്ത് നിസ്കാരങ്ങള് അയാൾക്ക് പിന്നെ പരലോകത്ത് ആ ഫർള് നിസ്കാരത്തിന് പകരമായിട്ട് നിലകൊള്ളും. അത്രത്തോളം മഹത്വം സുന്നത്ത് നിസ്കാരങ്ങൾക്കുണ്ട് എന്നാണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഇനി نتذكر الصلاة النافلة التي درسنا في സോഫി മാളിയ, അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സുന്നത്ത് നിസ്കാരങ്ങളെ കുറിച്ച് പഠിച്ചല്ലോ എന്നാണ്. അതായത് നമ്മൾ ഓൾറെഡി ആദ്യത്തിൽ ഡിസ്കസ് ചെയ്തു അല്ലെ? കുറച്ച് സുന്നത്ത് നിസ്കാരങ്ങളുടെ പേരുകളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഏതൊക്കെയാണ്? കുറച്ച് എക്സാമ്പിൾസ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. സലാത്തുൽ വിത്തർ, വിത്തർ നിസ്കാരം, റവാത്തീബ് സുന്നത്തുകൾ അല്ലെ? ഫർള് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവും വരുന്ന സുന്നത്ത് നിസ്കാരങ്ങൾ. സലാത്തുൽ ഈദൈനി, 2 പെരുന്നാൾ നിസ്കാരം. സലാത്തുൽ തറാവി നിസ്കാരം. ഇതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഫെമിലിയർ ആയിട്ടുള്ള നിസ്കാരങ്ങളാണ് അല്ലെ? ഫനതഅല്ലമു ബഅദ നവാഫിലിൽ ഉഖ്റ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ നിന്നും ചില സുന്നത്ത് നിസ്കാരങ്ങളെ കുറിച്ച് പഠിക്കാം. ഏതൊക്കെയാന്ന് നോക്കാം അല്ലെ? ഒന്നാമത്തേത് സലാത്തുൽ ലുഹ, ലുഹാ നിസ്കാരമാണ് ഒന്നാമത്തേത്. ഇനി ലുഹാ നിസ്കാരത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതിന്റെ സമയം എന്തൊക്കെയാണെന്ന് അറിയാം അല്ലെ? റവാ ഷെയ്ഖാനി അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല, അബി ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്നു. അതാണ് ഷെയ്ഖാനി എന്ന് പറയുന്നത് കേട്ടോ. 2 പേരും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്ത്? ഔസാനി ഖലീൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസലാസി
അത് എന്റെ ഖലീല് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 കാര്യങ്ങൾ ചെയ്യാൻ എന്നോട് വസിയത്ത് ചെയ്തു. ആര് പറയുന്നതാണ്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ ഹലീൽ മീൻസ് എന്റെ കൂട്ടുകാരൻ അല്ലേ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് 3 കാര്യങ്ങൾ ചെയ്യാൻ വസിയത്ത് ചെയ്തു. എന്തൊക്കെയാണ്? സിയാമു സലാസി അയ്യാമി മിൻ കുല്ലി ഷഹ്രിൻ, എല്ലാ മാസവും 3 ദിവസം നോമ്പെടുക്കുക. രണ്ടാമത്തതോ റക്അത്തി ളുഹ, 2 റക്അത്ത് ളുഹ നിസ്കരിക്കുക. വൻ ഉത്തര കബല അൻ അർക്കുദു, ഉറങ്ങുന്നതിന് മുമ്പ് വിത്തർ നിസ്കരിക്കുക. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ ദിവസവും പതിവാക്കാൻ പറഞ്ഞിട്ടുള്ള സുന്നത്ത് നിസ്കാരങ്ങളിൽ പെട്ട ഒന്നാണ് ലുഹാ നിസ്കാരം എന്ന് പറയുന്നത്. അത്രത്തോളം മഹത്വം അതിനുണ്ടെന്ന് അർത്ഥം. ഇനി നമുക്ക് ലുഹാ നിസ്കാരത്തിന്റെ സമയവും അതിന്റെ റക്കാത്തുകളും ഒക്കെ നോക്കാം. വക്ത് ലുഹ വ അദദു റക്കാത്തി, ലുഹ നിസ്കാരത്തിന്റെ സമയവും റക്കാത്തുകളുടെ എണ്ണം. അൽ വക്തു, ലുഹ നിസ്കാരത്തിന്റെ വക്ത് സമയം എപ്പോഴാണ്? മിൻ ഇർത്തിഫാഇ ശംസി ഇല സവാലിഹ, സൂര്യൻ ഉദിച്ച് അല്പം ഉയർന്നത് മുതൽ ഉച്ചയാകുന്നത് വരെ. ഇനി അൽ അദദു അദദുൽ അഖല്ലു, എന്താണ്? കുറഞ്ഞ റക്കായത്ത്, ഏറ്റവും കുറഞ്ഞ റക്കായത്ത് എത്രയാണ്? റക്കായത്തിന് 2 റക്കായത്താണ്. ഇനി അൽ അദദുൽ അക്സർ, കൂടിയ റക്കായത്താണെങ്കിലോ സമാന്യ റക്കായത്തി, 8 റക്കായത്താണ് കൂടിയത്. അപ്പോ 2 റക്കായത്ത് മുതൽ 8 റക്കായത്ത് വരെ ആയിട്ട് നമുക്ക് നിസ്കരിക്കാവുന്ന അർത്ഥം. ഇനി അൽ ഖിറാഅത്തുൽ മുസ്തഹബ്ബ, ഓതൽ സുന്നത്തുള്ള സൂറത്തുകളാണ്. ഏതൊക്കെയാണ്? സൂറത്ത് ഷംസ്, സൂറത്തുൽ ലുഹ. സൂറത്ത് ഷംസ് ഓതാം, സൂറത്തുൽ ലുഹ ഓതാം. അതുപോലെ സൂറത്തുൽ കാഫിറൂന വൽ ഇഖ്ലാസ്, അതായത് 2 റക്കായത്തുകൾ ആവുന്ന രീതിയിലാണ് മെൻഷൻ ചെയ്തിട്ട് സൂറത്ത് ഷംസും സൂറത്തുൽ ലുഹ നമുക്ക് ആദ്യ റക്കായത്തുകളിലൊക്കെ ഓതാം അല്ലെ. രണ്ടാമത്തെ റക്കായത്ത് സൂറത്തുൽ കാഫിറൂനയും ഇഖ്ലാസും ഓതാം. അപ്പൊ ഇതൊക്കെയാണ് പ്രത്യേകമായിട്ട് സുന്നത്താക്കപ്പെട്ടിട്ടുള്ള ആ, സൂറത്തുകൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ രണ്ടാമത് പറഞ്ഞിട്ടുള്ള നിസ്കാരം ഏതാണ്? തഹിയ്യത്ത് നിസ്കാരം അല്ലെ. തഹിയ്യത്ത് നിസ്കാരമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. തഹിയ്യത്തുൽ മസ്ജിദി, തഹിയ്യത്ത് നിസ്കാരം. വഹിയ സുന്നത്തുൽ ലിമൻ ദഖലൽ മസ്ജിദി, പള്ളിയിൽ പ്രവേശിക്കുന്നവർക്ക് സുന്നത്തായിട്ടുള്ള നിസ്കാരമാണിത്. വക്തുഹ ഇലൽ ജുലൂസി, എപ്പോഴാണിത്? ഇതിന്റെ സമയം പള്ളിയിൽ ഇരിക്കുന്നത് വരെയാണ്. പള്ളിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ തഹിയ്യത്ത് നിസ്കാരത്തിന് യാതൊരു പ്രാധാന്യവും ഇല്ല, നിസ്കരിച്ചിട്ട് കാര്യമില്ല. പള്ളിയിൽ ഇരിക്കുന്നതിന് മുമ്പെയാണ് അത് നിസ്കരിക്കേണ്ടത്. അങ്ങനെ കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ദഖല അഹദുകുമുൽ മസ്ജിദ ഫലാ യജ്ലിസ് ഹത്താ യുസല്ലി റകഅത്തൈനി, നിങ്ങളിൽ ഒരാള് പള്ളിയിൽ പ്രവേശിച്ചാൽ 2 റക്അത്ത് നിസ്കരിക്കുന്നത് വരെ അവൻ ഇരിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ തഹിയ്യത്ത് നിസ്കാരം എത്രത്തോളം പ്രാധാന്യമാണെന്ന് മനസ്സിലായില്ലേ? ആരും പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ 2 റക്അത്ത് നിസ്കരിക്കാതെ ഇരിക്കരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി തഹിയ്യത്ത് നിസ്കാരത്തിന്റെ കുറച്ച് പ്രാധാന്യങ്ങള് ആണ്. ആർക്കൊക്കെയാണ് തഹിയ്യത്ത് ഒഴിവാക്കാൻ പറ്റുക, തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. തഹിയത്ത് ദാഖിലി ഫിൽ മസ്ജിദിൽ ഹറാമി ഹിയ തവാഫ് ബിൽ കഅബൈനി, അതായത് നമ്മൾ പള്ളിയിൽ കയറിയാൽ ഉടനെ നിസ്കരിക്കേണ്ടതാണെന്ന് പറഞ്ഞല്ലേ. എന്നാൽ മസ്ജിദുൽ ഹറമിൽ പ്രവേശിക്കുന്നവന്റെ തഹിയത്ത് കഅബ തവാഫ് ചെയ്യലാണ്. അതായത് മസ്ജിദുൽ ഹറമിൽ പ്രവേശിക്കുന്ന സമയത്ത് തഹിയത്ത് നിസ്കാരം സുന്നത്തില്ല. പകരം അവിടെ എന്താണ് തഹിയത്ത് ആയിട്ട് ചെയ്യേണ്ടത്? അവിടെ കഅബ തവാഫ് ചെയ്യലാണ് അവിടുത്തെ തഹിയത്ത് എന്ന് പറയുന്നത്. ഇനി യുഖറഉ തർക്കൽ തഹിയത്ത് ബിലാ ഉദ്രിൻ, കാരണമില്ലാതെ തഹിയത്ത് ഒഴിവാക്കല് കറാഹത്താണ്. ഒരാൾ പള്ളിയിൽ കയറി, ഒരു കാരണമില്ലാതെ അയാൾ കയറി ഇരുന്നു, പക്ഷെ സുന്നത്ത് നിസ്കരിച്ചിട്ടില്ല, അങ്ങനെ ഒഴിവാക്കൽ എന്താണ്? കറാഹത്താണ്. അപ്പൊ നമ്മൾ ആലോചിക്കണം, അത്രയും മഹത്വം ഈ ഒരു നിസ്കാരത്തിനുണ്ട് എന്നുള്ളത്. ഇത് നെക്സ്റ്റ് പോയിന്റ്, ഇത് കറബ വക്തു സ്വലാത്തിൽ മഫ്റൂളത്തി ജമാഅത്തൻ യൻതളിറുഹ ഖായിമൻ, എന്താണ്? ഫർള് നിസ്കാരത്തിന്റെ ജമാഅത്തിന് സമയമായിട്ടുണ്ടെങ്കിൽ നിന്നുകൊണ്ട് ജമാഅത്തിനായി കാത്തിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കാരണമില്ലാതെ തഹിയ്യത്ത് നിസ്കരിക്കാതിരിക്കൽ കറാഹത്താണെന്ന്. പക്ഷെ തഹിയ്യത്ത് നിസ്കരിക്കാതിരിക്കാനുള്ള മറ്റൊരു കാരണമാണ് ഇവിടെ വരുന്നത്. നമ്മൾ പള്ളിയിലേക്ക് പ്രവേശിച്ച സമയത്ത് ജമാഅത്തിനുള്ള സമയമായിട്ടുണ്ട്, ഫർള് നിസ്കാരത്തിന് ജമാഅത്തിനുള്ള സമയമായിട്ടുണ്ടെങ്കിൽ അയാൾ അവിടെ ഇരിക്കാൻ പാടില്ല, പകരം നിന്നുകൊണ്ട് ഫർളിന്റെ ജമാഅത്തിനായിട്ട് കാത്തിരിക്കണം. അവിടെ തഹിയ്യത്ത് നിസ്കരിക്കേണ്ടതും ഇല്ല. ഓക്കെ അല്ലേ? ഇനി
تقرأ الصلاة التحية لخطيب دخل وقت الخطبة ولداخل المسجد الحرام قاصد الطواف. ഇനി ആർക്കൊക്കെയാണ് തവാഫ് അല്ല തഹിയ്യത്ത് നിസ്കരിക്കൽ കറാഹത്തുള്ള സമയങ്ങളാണ് കേട്ടോ. ഖുത്തുബയുടെ സമയത്ത് പള്ളിയിൽ പ്രവേശിക്കുന്ന ഖത്തീബിന്, അതായത് ഖുത്തുബ നടത്താൻ വേണ്ടിയിട്ട് പള്ളിയിൽ പ്രവേശിക്കുന്ന ഖത്തീബിനും തവാഫ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ മസ്ജിദുൽ ഹറാമിലേക്ക് പ്രവേശിക്കുന്ന ആൾക്കും തഹിയ്യത്ത് നിസ്കരിക്കല് കറാഹത്താണ്. ഓക്കെ, ആർക്കൊക്കെയാണ്? ഖുത്തുബ നിർവഹിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന ഖത്തീബിനും തവാഫ് ചെയ്യാൻ വേണ്ടി മസ്ജിദുൽ ഹറമിലേക്ക് പ്രവേശിച്ച ആൾക്കും തഹിയ്യത്ത് നിസ്കരിക്കൽ കറാഹത്താണ്. ഓക്കെ, ഇനി മല്ലം യസ്തതി സ്വലാത്ത് തഹിയ്യത്തി യുസന്നു അൻ യഖൂല. തഹിയ്യത്ത് നിസ്കരിക്കാൻ സാധിക്കാത്ത ആളുകൾ പറയണം എന്താണ്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ അർബ മറത്തിൻ. അതായത് ഒരാൾക്ക് തഹിയ്യത്ത് നിസ്കരിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അയാൾ 4 തവണ ഈ ഒരു ദിക്ർ ചെല്ലല് സുന്നത്താണ്. എന്താണ്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് 4 തവണ ചെല്ലണം. ഇനി ആ ദിക്റിന്റെ അർത്ഥം എന്താണ്? അള്ളാഹു എത്ര പരിശുദ്ധൻ അല്ലെ. അൽഹംദുലില്ലാ, എല്ലാ സ്തുതികളും അള്ളാഹുവിനാണ്. വലാ ഇലാഹ ഇല്ലല്ലാ, യഥാർത്ഥത്തിൽ അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനായി മറ്റാരുമില്ല. വല്ലാഹു അക്ബർ, അള്ളാഹു ഏറ്റവും വലിയവനാണ്. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു കഴിവും ശക്തിയുമില്ല. ഇതാണ് ഇതിന്റെ അർത്ഥം വരുന്നത്. അപ്പൊ നമ്മുടെ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയി. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്ന. റിപ്പീറ്റ് ചെയ്ത് കേൾക്കണം കേട്ടോ. എന്നിട്ട് കറക്റ്റ് ആയിട്ട് അർത്ഥം മനസ്സിലാക്കി പഠിക്കണം. എന്നാലേ നമുക്ക് എക്സാമിനൊക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് അതിന്റെ തദ്രീബാത്തിലേക്ക് പോയാലോ. തദ്രീബാത്തില് ആദ്യത്തേത് അജിബ്, ഉത്തരം നൽകുക. ലിമാശ്വര് അന്നഫ്ല, എന്തിനാണ് സുന്നത്ത് നിസ്കാരം നിയമമാക്കപ്പെട്ടത്? എന്തിനായിരുന്നു? ലിയൊക്മില നഖ്സൽ ഫറാഇലി, എന്താണ്? ഫർള് നിസ്കാരങ്ങളിലെ കുറവുകൾ പരിഹരിക്കാനാണ് അല്ലെ. ഇനി രണ്ടാമത്തെ ചോദ്യം, മാ അഖലു സ്വലാത്തുൽ ളുഹ വമാ അക്സറഹു. ളുഹ നിസ്കാരത്തിന്റെ ഏറ്റവും കുറഞ്ഞതും അതുപോലെ കൂടിയതുമായിട്ടുള്ള റക്കാത്തുകൾ എത്രയാണ്? ഏതായിരുന്നു? കുറഞ്ഞത് 2 റക്കാത്ത്, കൂടിയത് 8 റക്കാത്ത് അല്ലെ. അടുത്തത് മാദാ യഖൂലു മൻ ലം യസ്തതിഉ സ്വലാത്ത് തഹിയ്യത്തി. തഹിയ്യത്ത് നിസ്കരിക്കാൻ സാധിക്കാത്തവൻ എന്താണ് ചെല്ലേണ്ടത്? എന്താ ചെല്ലേണ്ടത്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഇനി അടുത്തത് എന്താണ്? കമ്മിൽ, പൂരിപ്പിക്കുക. എന്താ പൂരിപ്പിക്കേണ്ടത്? വഖ്തു സലാത്ത് ളുഹ മിൻ, എപ്പം മുതലാണ് സലാത്തിന്റെ ളുഹ നിസ്കാരത്തിന്റെ വക്ത് എപ്പോഴാണ്? മിൻ ഇർത്തിഫാഇ ശംസി ഇലാ സവാലിഹ. നമ്മുടെ ആ ഒരു ബോക്സിലുണ്ട് അല്ലെ. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ദഖല അഹദുകുമുൽ മസ്ജിദ ഫലാ യജ്ലിസ് ഹത്താ യുസല്ലിയ റകഅത്തൈനി. ഇനി നഷാത്ത് തത്ബീഖിയ, പ്രായോഗിക പ്രവർത്തനാണ്. എന്താണ്? ളുഹ നിസ്കാരത്തിന്റെയും തഹിയ്യത്ത് നിസ്കാരത്തിന്റെയും വക്തും റക്കായത്തുകളും എഴുതാനാണ് അല്ലെ. ളുഹ നിസ്കാരത്തിന്റെ വക്ത് എന്തായിരുന്നു? മിൻ ഇർത്തിഫാഇ ശംസി ഇലാ സവാലിഹ. ഇനി അതില് ഏറ്റവും കുറഞ്ഞ റക്കായത്ത് റക്കായത്തൈനി അല്ലെ. ഇനി കൂടിയതാണെങ്കിലോ അക്സറോ സമാന്യ റക്കായത്ത്. ഇനി തഹിയ്യത്ത് നിസ്കാരത്തിന്റെ വക്തോ എന്ത്? ദുഖൂലുൽ മസ്ജിദി ഇലാ ജുലൂസി, പള്ളിയിൽ പ്രവേശിച്ച് ഇരിക്കുന്നത് വരെയുള്ള സമയമാണ് അല്ലെ. അതിന്റെ ആദ്യ റക്കായത്ത് എത്രയാണ്? റക്കായത്തിന് 2 റക്കായത്താണ്. അപ്പൊ ഇത്രയാണ് മക്കളെ നമുക്ക് തദ്രീബാത്തിന് വരുന്നത്. വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, കറക്റ്റ് ആയിട്ട് ക്ലാസ് കേൾക്കുക, റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. ഓക്കെ, ഇൻഷാ അല്ലാ. അപ്പൊ ക്ലാസ്സുകൾ നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കുക കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.